മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കുഞ്ഞിത്തൈ ശ്രീനാരായണ LP സ്കൂൾ വാർഷികം നടന്നു. കുഞ്ഞിത്തൈ ശ്രീനാരായണ LP സ്കൂളിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു. ഇതോടൊപ്പം അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. രാവിലെ 10 മണിക്ക് പ്രധാന അധ്യാപിക K. ബിജി പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളുടെ കായിക മത്സരങ്ങൾ നടന്നു. കഴിഞ്ഞ 59 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയൊരു പ്രസ്ഥാനത്തിലൂടെ രൂപം കൊണ്ടതാണ്. എന്നാൽ അത് പിന്നീട് അതിൻ്റെ വളർച്ച വളരെ നല്ല രീതിയിലേക്ക് പരിണമിക്കുകയും ഇന്ന് ഏകദേശം 350ഓളം കുട്ടികളെ അധ്യയനം നടത്തിക്കൊണ്ട് നമ്മുടെ പറവൂർ താലൂക്കിൽ തന്നെ വളരെ നല്ലൊരു വിദ്യാലയമായി മാറ്റുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള സഹകരണം. വൈകിട്ട് 3-ന് നടന്ന പൊതുസമ്മേളനത്തിൽ കുമാരി നിരഞ്ജന അനിൽ, കുമാരി പാർവണേന്ദു VF എന്നിവർ ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ശ്യാംലാൽ പടനയിൽ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ സച്ചിദാനന്ദൻ PK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക K. ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹൈബി ഇടൻ നബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 17-ാം വാർഡ് മെമ്പർ വർഗീസ് മണിയാറ, 18-ാം വാർഡ് മെമ്പർ അജിത ഷൺമുഖൻ, കുഞ്ഞിത്തൈ SNDP ശാഖ 843 സെക്രട്ടറി MN ദിനകരൻ, കുഞ്ഞിത്തൈ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് വികാരി റവറൻ ഫാദർ പോൾ മനേക്കൽ, മദർ PTA പ്രസിഡന്റ് KN ശ്രീദേവി, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി പാർവണ MS, അധ്യാപക പ്രതിനിധി ജിഷ MA എന്നിവർ സംസാരിച്ചു. മിസ് കേരള കുമാരി ശ്രീലക്ഷ്മി മോഹൻ, ചവിട്ട് നാടക വേൾഡ് ടാലന്റ് റെക്കോർഡ് ജേതാവ് രാജു നടരാജൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സംസാരിക്കുന്നില്ല. ചടങ്ങിന് വരാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്, ടിവിയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ. സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വാർത്തകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ വർഷം തുറന്നിട്ട് ഒരുപാട് വളരെ വിഷമിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളാണ്. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പറവൂർ.